ആഭ്യന്തര വകുപ്പിനെതിരായ പി അൻവറിന്റെ യുദ്ധം സർക്കാരിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ സർക്കാർ നീക്കം ഉണ്ടാകാൻ ഇടയുണ്ടോ? കോഴിക്കോട് നിന്ന് ദീപക് തിരുമണം പരിശോധിക്കുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പി അൻവർ MLA-യുടെ ആരോപണത്തെ രാഷ്ട്രീയമായി വലിയ ഗൗരവത്തിലാണ് കാണുന്നത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പി അൻവറിന് ഇത് തിരുത്തുകയാണ് ലക്ഷ്യമായിരുന്നുവെങ്കിൽ അത് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയുകയോ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകുകയോ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുമുള്ള ചർച്ച. ഈ കാര്യത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും നിലപാട് വ്യക്തമാക്കി. ഉയർന്ന ആരോപണങ്ങളെല്ലാം അന്വേഷിക്കും എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രി ഈ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN, ഈ അന്വേഷണ സംഘത്തിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് DGP സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന സംഘത്തിൽ മറ്റുദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതിനെ ചൊല്ലി തർക്കമുണ്ട്. പക്ഷേ എന്നാൽ അത് സാങ്കേതികമായി ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് വിദഗ്ധരുമായി ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നത്. സാധാരണ എല്ലാ അന്വേഷണ സംഘത്തിലും ഹെഡ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ഒഫീഷ്യൽ ആയിരിക്കണം. അതായത് ആരോപണ വിധേയരായവർക്ക് മുകളിലുള്ള തസ്തികയിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം ആ ടീം ഹെഡ് എന്നുള്ളത് മാത്രമാണ്. അതായത് SIT-യുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡ് ചെയ്യുന്നവർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റാ സംഘത്തിൽ ചിലപ്പോൾ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഉണ്ടാകാം. ഇതൊക്കെ മുൻപും നേരത്തെയുമുള്ള അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN, മലപ്പുറം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിൻ്റെ തുടക്കം. അത് മലപ്പുറം SP S ശശിധരനെ മാറ്റാൻ വേണ്ടി ഒരു ശ്രമമുണ്ടായിരുന്നു. ആ ശശിധരനെ മാറ്റാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ശശിധരനെ മാറ്റാത്തതിന് പുറകിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും MR അജിത് കുമാർ ADGP-യുമാണ് എന്നുള്ളതാണ് പൊതുവിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കെല്ലാമുള്ള ബോധ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണം അവർക്ക് നേരെ തിരിയുകയായിരുന്നു. എന്നാൽ അതേ സമയത്ത് മലപ്പുറം SP S ശശിധരൻ അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥനാണ് എന്ന് പൊതുവിൽ അഭിപ്രായമുള്ള ആളാണ്. ഇത് തന്നെയാണ് MR അജിത് കുമാറിൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SKN പി ശശിക്കെതിരെയോ MR അജിത് കുമാറിനെതിരെയോ പെട്ടെന്നൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു മാസത്തിനകം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള നടപടിയിലേക്ക് കടക്കുക. മാത്രവുമല്ല, ഈ അന്വേഷണം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന എല്ലാ വിവാദങ്ങളുമാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതും ഒരു മാസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ടതും ഈ ഒരു കാരണത്തിൽ ഈ ഒരു കാര്യം കൂടി കണക്കിലെടുത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ദീപക് ശർമ്മമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.